Bring the evidence എന്ന് നിങ്ങൾ ചോദിച്ചാൽ തരാൻ പാകത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഈ കെ സുന്നികളെ, നിങ്ങളെ കയ്യിലെടുക്കാനുള്ള എപികളുടെ തന്ത്രം, ജമാഅത്തുകാരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കയ്യിലെടുക്കാനുള്ള തന്ത്രം, ഞങ്ങളെ ശത്രുക്കളാക്കി മാറ്റാൻ നിങ്ങൾ ചെയ്ത തന്ത്രം, ആ തന്ത്രം ഇവിടെ വിലപ്പോകുകയില്ല. തങ്ങന്മാരെ കുറിച്ച് ആരാ കുറ്റം പറഞ്ഞത്? ഞങ്ങളാണോ? ഞാനൊരു കാര്യം കൂടെ പറയാം. പാണക്കാട് തങ്ങളിൽ ശിർക്കുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, സുനാമി ഉണ്ടായ ഉടനെ കണ്ണൂരെ ഒരു കടലിലേക്ക് തങ്ങൾ പഴം മന്ത്രിച്ചെറിഞ്ഞു എന്നൊരു വാർത്ത കേട്ടു. ഞങ്ങൾ ശക്തമായി എതിർത്തു. വിശക്കുന്ന മനുഷ്യന്റെ കുടലിലേക്ക് എറിയേണ്ട പഴം കടലിലേക്ക് എറിഞ്ഞു എന്ന് ഞങ്ങൾ വിമർശിച്ചു. അത് വിമർശനമാണ്, ആരോഗ്യകരമായ വിമർശനമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ലേഖനമോ ഏതെങ്കിലും ഒരു പ്രാസംഗികനോ പാണക്കാട് തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം വ്യഭിചാരിയാണ് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുട്ടനും മുട്ടനും കൂട്ടിമുട്ടി രക്തം കുടിക്കുന്ന രക്തരക്ഷസിന്റെ ഹൃദയം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? ഖുർആനിൽ നിങ്ങൾ വിട്ടുപോയപ്പോ ഖുർആനെ വിട്ടപ്പോ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. നിങ്ങൾ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇനി ബാക്കി കേട്ടോ. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാർവല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയതിൽ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന്, പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നിവേലി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ അസൂയാക്തിയാണ് കാരന്തൂരികളെ. നിങ്ങൾ ഓർക്കുക, വിചാരണക്കൊരു ദിനം വരാനുണ്ടെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ, ഇത് മുജാഹിദുകളുടെ ആരോപണമല്ല. ഈ കെ സുന്നികൾ ഇപ്പോ അവരുടെ ഡോക്യുമെന്ററികളിലൂടെ കേരളം മുഴുവനും പ്രചരിപ്പിക്കുന്നതാണ്. ഞങ്ങളല്ല. ഈ രൂപത്തിൽ ഒന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. വള്ളിയോത്ത് വന്നിട്ട് കുറ്റ്യാടിക്കാരൻ ആളുകളെ വികാരം കൊള്ളിക്കുമ്പോ, ഒരു വ്യക്തി ഈജിപ്തിൽ ജീവിച്ച കാലത്ത് വ്യഭിചാരിയാണെന്ന് പറയുമ്പോ സൂറത്ത് ഹുജറാത്ത് 49-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം ഒന്ന് വായിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ.
സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ജനതയുടെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്ത് ഹുജറാത്തിലെ ഈ 6-ാമത്തെ വചനം ഒന്ന് ഓർക്കണേ. മുഅ്മിനുകളെ, ഒരാളെ പറ്റിയും ഈ രൂപത്തിൽ പറയരുത്. ആദർശപരമായത് പറയാം, വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ആദർശപരമായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ജനങ്ങളെ വഴിവേപ്പിക്കുമ്പോ അത് നമുക്ക് പറയാം, അല്ലാത്തതൊന്നും പറയാൻ പാടില്ല. നിങ്ങളിതൊന്ന് ആലോചിക്കണം. ഇനി മമ്പാട്ടുകാരനായ ഒരു സഖാഫി ഈ വിഷയത്തിൽ പറയുന്നത് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. എന്നിട്ടോ കൊള്ളുന്ന ആൾക്കാര്, ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ. ഇത് കണ്ടങ്ങള്, നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ചെല്ല, ശിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞിട്ടിക്കാ നിങ്ങള് കണ്ടങ്ങള്, തങ്ങൾ പാപ്പാന്റെ കൈ പത്മജ താത്താന്റെ കയ്യുമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള്, തൊട്ടില്ല. അങ്ങനെ നമ്മൾ പറയണ്ട. ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല, അതേ സമയത്ത് പറയിപ്പിക്കരുത്. സഹോദരങ്ങളെ, അബ്ദുൽ വഹാബ് സഖാഫി മമ്പാടിന്റെ പ്രസംഗമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഇത് തലയും വാലും വെട്ടി മുറിച്ചതല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ സഹോദര? ഇത് തലയും വാലും വെട്ടി മുറിച്ചതല്ല. പത്മജയുടെ കയ്യുമായി തൊട്ടു നിൽക്കുന്ന തങ്ങൾ അവതരിപ്പിച്ച്, ഇതാണോ റസൂലിന്റെ ബയ്യത്തെന്ന് ചോദിച്ച് തങ്ങന്മാരെ ഏറ്റവും വലിയ രൂപത്തിൽ നിന്ദിച്ചവർ നിങ്ങൾ. ഞങ്ങളാരെയും നിന്ദിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. നമ്മൾ ആരെയും നിന്ദിക്കാൻ ആളല്ല. അള്ളാഹു ഒരാളെ ഉന്നതനാക്കിയാൽ അതാണ് ഔന്നിത്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കിട്ടണമെങ്കിലോ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. 80 നോക്ക് നിങ്ങൾ, 28-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. ഇവിടെ വിനീതനായി ജീവിച്ചാൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ ജീവിച്ചാൽ അവർക്കുള്ളതാണ് സ്വർഗം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വ കൈക്കൊള്ളുന്നവർക്കാണ് സുഖമായ പര്യവസാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ നിങ്ങൾ ചിന്തിക്കൂ, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇസ്തിഗാസയെ പറ്റി അമ്പലക്കടവുകാരൻ അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്ന അഖീദാപരമായ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു പോകട്ടെ. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കുക. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്.
ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാ, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അതാണ് വിധി. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാ, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അതെന്താ പറഞ്ഞേ? നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് കേരളത്തിലെ 2 പ്രബല മുസ്ലിം സംഘടനകൾക്കിടയിൽ ഏറ്റവും വലിയ വിവാദമായ ഇസ്തിഗാസയെ കുറിച്ച് EK സുന്നികളുടെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ പറയുന്നത് എന്താ? ചെയ്യണമെങ്കിൽ ചെയ്യാ, ചെയ്യണ്ടെങ്കിൽ ചെയ്യാ. എങ്ങനെ? അതൊരു അനുവദിക്കപ്പെട്ട കാര്യം, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അവിടേക്ക് വരണം. എവിടേക്ക് വരണോ? അടുത്ത വാചകം എന്താ പറഞ്ഞെന്നറിയോ? അതായത് ചില കാര്യങ്ങൾ വളരെ ഫലപ്രദമാണ്. എന്താ ഹമീദ് ഫൈസി പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് മൊയ്തീൻ ഷെയ്ഖ്, മമ്പറന്തങ്ങൾ, അതുപോലുള്ള മാന്മാരോട് തേടല് ബെൻസ് പോകുന്നതിന് തുല്യോ. പടച്ചോനെ കാക്കണേ, പടച്ചോനെ കുട്ടികൾ, അതൊക്കെ കട്ടർ റോട്ടുമ്പോ കൂടി KSRTC അതാണ് ഇപ്പൊ അതിന്റെ ആ പറഞ്ഞ്. അങ്ങനെയാണല്ലോ, അത് ലോക്കലാണ്. ആര്? പടച്ചോനെ, മലിക്കുൽ ജബ്ബാറായ റബ്ബ് ലോക്കലാണ്. മൊയ്തീൻ ഷെയ്ഖ് ബെൻസാണ്. ഇത് വെറുതെ പറയാ. മൊയ്തീൻ മാല ഇത് ഇങ്ങനെ തൊട്ടാ പ്രശ്നം. ഈ സാധനം എന്റെ പൊന്ന് മുസ്ലിങ്ങളെ ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം ഉണ്ട് ഇതിൽ. ഏറ്റവും നല്ലത് എങ്ങനെ? ഏറ്റവും നല്ലത് ഏതാ? ബെൻസ് ഏതാ? കേട്ടോളിയേ, ബെൻസ് ഏതാണ്? അല്ല ലോക്കല്. ഞങ്ങൾ അത് തന്നെയല്ലേ പറഞ്ഞത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അല്ലാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ കണക്കാക്കിയിട്ടില്ല. 5 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് മഹാനായ യൂനുസ് നബി ആഴമേറിയ കടലിന്റെ ആഴക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ രാത്രിയുടെ കൂരാകൂരി ഇരുട്ട്, കാർമേഘങ്ങൾ ഇരുട്ടിനെ കൂടുതൽ വ്യാപൃതമാക്കി. പിന്നെ ആർത്തരമാലകളുടെ ഇരുട്ട്, ആഴക്കടലിലെ ഇരുട്ട്, അത് 4ാമത്തെ ഇരുട്ടാണ്. മത്സ്യത്തിന്റെ വയറിലെ 5ാമത്തെ ഇരുട്ട്. ആ 5 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് ലോക്കലുകാരനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഫിറൗൻ എന്ന ധിക്കാരി, ഓർക്കുക നിങ്ങള്, മഹാനായ യൂനുസ് നബിയുടെ അംബിയായിലെ 56ാമത്തെ വചനത്തിലെ പ്രാർത്ഥനയാണ് ഞാനിപ്പോ പറഞ്ഞത്. ആഴക്കടലിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു മഹാനായ മൂസാ നബിയെ. ഫഖാലാന റബ്ബുകുമുൽ ആലാ എന്ന് പറഞ്ഞ ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് ആരാണ് ഈ ചങ്ങാതി? ആരായി ചങ്ങാതി? വൈദ് നജൈനാകും മിന്നാലി ഫിറൗന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാകും വയസ്തഹീഹൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം വൈദ് ഫറഖനാ ബികുമുൽ ബഹറ ഫഅൻജൈനാകും വഅഗ്റഖനാ ആല ഫിറൗന വഅൻതും തൻദുറൂൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 49-50 വചനങ്ങൾ. 6 കൊല നടത്തി, ആൺകുട്ടികളെ മുഴുവനും കൊന്നൊടുക്കി. ഗാസാച്ചീന്തല്ല ഇത്, അതിനേക്കാൾ ഭീകരമായിരുന്നു ഫിറൗനിന്റെ. ആ ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് പേടിച്ചുകൊണ്ട് കടന്നുകൊണ്ട ആളായിരുന്നു മൂസാ നബി. അല്ലാഹ് ആശ്വസിപ്പിച്ചു, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അവിടെ ചെല്ലി ചിന്തിച്ചേക്കാം, അവൻ നല്ലൽക്ക് അവൻ ഉപദേശിച്ചു നോക്ക്, നല്ലൽക്ക് പറഞ്ഞു നോക്ക് എന്ന്. അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്നതിന് മുമ്പായി റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അത് ലോക്കൽ KSRTC, മൂസാ നബിയുടെ ലോക്കൽ KSRTC. ഇനി കേട്ടോ, ഏറ്റവും നല്ലത് 96-ാമത്തെ അധ്യായം. ഏറ്റവും നല്ലത് എന്താ? കേട്ടോളി, അള്ളാഹിനോട് നേർക്കലായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക. ഇത് നമ്മളെ ഫൈസി, പലിശക്കാരൻ ഫൈസി, മുസ്തഫൽ ഫൈസി, പലിശക്കാരൻ ഫൈസി, മുസ്തഫൽ ഫൈസി, മൊയ്തീമാല പരിഭാഷ ചെയ്തപ്പോൾ മാത്രം ഖുർആൻ പരിഭാഷ ചെയ്താൻ തോന്നിയ ഫൈസി, ആ ഫൈസി എന്ന ഫൈസി നിങ്ങൾ നോക്കിക്കോളി. കേട്ടോളിയെ വായിച്ചേപ്പിച്ച മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നിടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. എന്റെ പൊന്ന് മുസ്ലിങ്ങളെ, ഈ മൊയ്തീമാല ഞാൻ ടവ്വല് കൂട്ടി പിടിച്ചത് അതുകൊണ്ടാ.
എന്റെ പൊന്നു ചങ്ങാതി, അള്ളാനോട് നേരിട്ട് ചോദിച്ച് ഉത്തരം കിട്ടിയില്ല എന്നാണോ ഈ പറയുന്നത്? ഇതൊരു പൈസ എഴുതി വെച്ചതാ മനുഷ്യരെ. ഞാൻ എന്തുകൊണ്ട് ദേഷ്യം പിടിക്കുന്നു? ഒന്നേ എനിക്ക് പറയാനുള്ളൂ, മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട്, നരകം ഉൾക്കൊണ്ടത് കൊണ്ട്, സ്വർഗം ഉൾക്കൊണ്ടത് കൊണ്ട്, അന്നാറു ഹഖുൻ അൽ ജന്നത്തു ഹഖുൻ.